നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിലെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നോ? അത് അത് വിജയിന്റെ പാർട്ടി ടി.വിക്ക് ടിവിക്ക് മുന്നിലെത്തുന്നു. അത് അധികാരത്തിൽ വരുമെന്ന്. ഒരു സർവേയിൽ മാത്രമേ വരുന്നുള്ളൂ. അത് അത് വലിയ ഇതാണ് ഭൂരിപക്ഷത്തോടെ. ആക്സിസ് മൈ പക്ഷേ അത് ഇന്ത്യയുടെയാണ്. ആക്സിസ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലമാണ് ഏറ്റവും കൃത്യമായിട്ട് വരാറുള്ളത്. കഴിഞ്ഞ തവണ കേരളത്തിൽ 100 സീറ്റിന് മേളിൽ എൽഡിഎഫിന് പ്രവചിച്ച സർവേയാണ്. അതെ. അവർ തന്നെയാണ് ഇത്തവണ കേരളത്തിൽ 90 സീറ്റിനടുത്ത് പിന്നെ യുഡിഎഫിന് പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ അവർ പ്രവചിച്ചിരിക്കുന്നത്, ഈ തമിഴ്നാട്ടിലേക്ക് പ്രവചിച്ചിരിക്കുന്നത് 92 ടു 110, AIADMKക്ക് 22 ടു 23. അത്രയാണോ? പക്ഷേ ടിവിക്ക്, അതായത് വിജയുടെ തമിഴക വെട്രി കഴകം 98 മുതൽ 120 സീറ്റ് വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം അതിനടുത്ത് സീറ്റ് പറയുന്നുണ്ട്. 240 അല്ലേ അവിടുത്തെ അതെ 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 അതെ. മൊത്തം മണ്ഡലങ്ങളുടെ എണ്ണം. അപ്പം അത്രയുമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ 120 സീറ്റിനടുത്ത് 98 ടു 120 എന്ന് പറയുമ്പോൾ ഒരു 100 110 സീറ്റ് അവർ പിടിച്ചാൽ അവർക്ക് വേണമെങ്കിൽ ഒരു AIADMK BJP സഖ്യം പിന്തുണ കൊടുത്താൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ DMKക്ക് തുടർഭരണമാണ് ബാക്കി എല്ലായിടത്തും പ്രവചിക്കുന്ന ഒരു സർവേ എന്താണെന്നറിയോ? JVCയുടെ സർവേക്കകത്ത് 128 തൊട്ട് 147 വരെ സീറ്റ് പിടിച്ച് AIADMK മുന്നണി BJP AIADMK മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതൊരിക്കലും നടക്കാൻ അതൊരിക്കലും നടക്കാൻ കഴിയും. കാരണം മറ്റ് സർവേകളിലൊക്കെ ഈ മുന്നണിക്ക് 87 ടു 100, 65 ടു 80, 65 ടു 85, 61 ടു 81. പിന്നെ CNN സർവേയിൽ മാത്രം 114 തൊട്ട് 124 വരെ പറയുന്നുണ്ട്. പോൾ ഓഫ് പോൾ സർവേയിൽ 77 പറയുന്നുണ്ട് ഈ AIADMK മുന്നണിക്ക്. അപ്പൊ ഈ AIADMK മുന്നണി അധികാരത്തിൽ വരുന്ന വന്യ സ്വപ്നങ്ങളിൽ പോലും ഇല്ല, ഒരിക്കലും ഇല്ല. AIADMK അവിടെ വരില്ല, അത് ഉറപ്പായി. അത് ടി.വിയുടെ കാര്യത്തിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ടി.വിക്ക് അവിടെ അധികാരത്തിൽ വരുമെന്നൊന്നും. നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ DMK തന്നെ വരാനാണ് അവിടെ സാധ്യത. ഒരുപക്ഷെ അവരുടെ വലിയൊരു സ്വീപ്പിംഗ് മെജോറിറ്റി ഒന്നും ആയിരിക്കില്ല, കാരണം ഈ വിജയന്റെ പാർട്ടിയെല്ലാം കൂടെ വന്നതോടുകൂടി. പക്ഷേ ഈ TVKയിൽ നമ്മൾ ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലങ്ങൾ നമ്മൾ അവിശ്വസിക്കുന്ന കാര്യമില്ല. പിന്നെ അവർക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ബാക്കി സർവേ ഫലങ്ങൾ അവിടുന്ന് വന്നിരിക്കുന്നതെല്ലാം അതാണ്ട് ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് ഈ TVKക്ക് പറയുന്നത്. അതായത് JVC എന്ന് പറയുന്ന സർവേ ഏജൻസി പറയുന്ന 8 തൊട്ട് 15 വരെ. അത്രയും പ്രതീക്ഷിച്ചാൽ നമ്മൾ. അപ്പോൾ അതുപോലെ മാട്രിക്സ് പക്ഷേ 87 മുതൽ 100 വരെ പറയുന്നുണ്ട്. പീപ്പിൾസ് പൾസ് 65 മുതൽ 80 വരെ പറയുന്നുണ്ട്. മാർക്ക് 65 മുതൽ 85 വരെ പറയുന്നുണ്ട്. കാമാഖ്യ അനലിറ്റിക്സ് 68 തൊട്ട് 84 വരെ പറയുന്നു. പീപ്പിൾസ് ഇൻസൈറ്റ് 60 ടു 80 വരെ പറയുന്നുണ്ട്. പ്രജാപോൾ 61 ടു 81 വരെയും. CNN ന്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ 114, 124, മറ്റേത് 77 പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ശരാശരി എടുത്താൽ ഒരു 60നും 80നും ഇടയ്ക്ക് സീറ്റ് TVK നേടിയേക്കും. നേടുകയാണെങ്കിൽ അത് ശരിക്കും ബാധിക്കുക DMK ആയിരിക്കുമോ അതോ AIADMK ആയിരിക്കുമോ? അത് AIADMK BJP സഖ്യത്തിന് തന്നെയായിരിക്കും പ്രധാനമായും ബാധിക്കുക. DMK സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ദ്രാവിഡ രാഷ്ട്രീയം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ തമിഴ്നാട്ടിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ജനങ്ങൾക്കിടയിൽ അവർക്ക് ആഴത്തിൽ വേരോട്ടമുണ്ട്. ഈ വിജയനെ കുറിച്ച് പറയുമ്പോൾ വിജയ് തീർച്ചയായും ഏറ്റവും ജനപ്രിയനായ നടനാണ് എങ്കിൽ പോലും രാഷ്ട്രീയ മുൻപരിചയുള്ള ആളല്ല, ഇപ്പോൾ ആദ്യം ഇറങ്ങിയാണ്. പക്ഷേ ലൈൻ ലൈറ്റ് നിൽക്കുമ്പോഴാണ് ഇറങ്ങുന്നത്. അതാണ് അദ്ദേഹത്തിനുള്ള ഒരു പ്ലസ് പോയിന്റ്. പിന്നെ നമുക്കറിയാം തമിഴ്നാടിന്റെ ഒരു സംസ്കാരത്തിൽ സിനിമാ താരങ്ങളോടുള്ള ഒരു വല്ലാത്തൊരു വിധേയത്വം, ആരാധന. സ്വന്തം അച്ഛനെയും അമ്മയെക്കാളും വിജയിനെ സ്നേഹിക്കുന്നവരാണ് അവിടുത്തെ ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന്റെ ഒരു സിനിമാ താര പരിവേഷവും വെച്ച് ഈ പറയുന്ന പോലെ ഒരു 60-80 സീറ്റ് കിട്ടിയേക്കാം. പക്ഷേ നമ്മളെ അപ്പോഴും കുഴപ്പിക്കുന്നത് ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലമാണ്. അത് ഭരണം പ്രഖ്യാപിക്കുക, അത് യാഥാർത്ഥ്യമുള്ള സാധ്യത കുറവാണ്. കാരണം വിജയിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. വിജയിക്കുമായിരിക്കും, അത് കുറച്ച് പ്രധാനപ്പെട്ട 3-4 പേർക്ക് ജയിക്കുമായിരിക്കും. പക്ഷേ ഈ എല്ലായിടത്തും ഈ ഫാൻസ് അസോസിയേഷൻകാരെ സ്ഥാനാർത്ഥിയാക്കിയാലേ അവർക്കങ്ങനെ ജനപ്രിയകളായ നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുമല്ലേ. ഇപ്പോൾ MGR മുഖ്യമന്ത്രിയായെന്ന് പറയുമ്പോൾ MGR നേരത്തെ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം DMK തൊട്ട് AIADMK വന്നപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നു. VR നെടുഞ്ചേഴിയൻ, RM വീരപ്പൻ, അല്ലെങ്കിൽ നാഞ്ചിൽ മനോഹർ, അവരെല്ലാവരും കൂടെ ഉണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എല്ലാ ജില്ലകളിലും അവർക്ക് അവരുടേതായ അത്തരത്തിലുള്ള രാഷ്ട്രീയ ബേസ് ഉണ്ട്. ഈ രാഷ്ട്രീയ സിനിമയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും, സിനിമ നടനെ ഇഷ്ടപ്പെടും, അയാൾ നമ്മൾ ആരാധിക്കുകയൊക്കെ തന്നെ ചെയ്യും. പക്ഷേ അയാൾ കുറെ പേരെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ട് നിർത്തിയിട്ട് MGR മന്ത്രിസഭയിൽ വേറെ ഏതെങ്കിലും സിനിമയുടെ മന്ത്രി ആയിരുന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് മുഴുവൻ രാഷ്ട്രീയക്കാരാണ് മന്ത്രിയായിരുന്നത്.
അതേ പറ്റൂ. അതേ പറ്റൂ. ഇത് ഈ സർവേകളില് 1 to 9 പറയുന്ന സർവേ ഉണ്ട്, 4 to 10 പറയുന്ന സർവേ ഉണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് കുറെയൊക്കെ 67 to 80 ഒക്കെ പറയുന്നുണ്ട്. അതായത് 98 120 ആണ് നമ്മൾ TVK പ്ലസ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് JVC സർവേ 8 മുതൽ 15 വരെ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ അക്കങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് 1-2 സർവേ ഫലത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞ 67 to 81, 30 to 40, 1 to 9, 4 to 10, 36 ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 60 തൊട്ട് ഒരു 70 വരെയൊക്കെ കിട്ടിയേക്കാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 1 to 4 വരെയൊക്കെ വിജയ്ക്ക് ആകാൻ സാധ്യതയുള്ളൂ. അല്ല, നമ്മളിവിടെ ഇത് ഒപ്പം തമിഴ്നാടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളില് NDA ഭരണമാണ് സർവേകളിൽ എല്ലാ സർവേകളിലും NDA ഭരണമാണ്. അത് സാധ്യത ഇല്ലാതില്ല, സാധ്യതയുണ്ട്. കാരണം ഉണ്ടല്ലോ അതിന്. കാരണം ഈ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സുകാർ വ്യാപകമായി പണ്ട് CPM നടത്തിയിരുന്ന അതേ ജംഗിൾ രാജാണ് അവിടെ, ബീഹാറിലെ ജംഗിൾ രാജ് അവിടെ തുടരുകയായിരുന്നു. SIR ഒരു വലിയ ഘടകമാണ്. SIR കേരളത്തിലെ കണ്ണൂർ പോലുള്ള ജില്ലകളിൽ CPM എത്രത്തോളം മാരകമായി മാറുമോ അതുപോലെ തന്നെയായിരിക്കും പശ്ചിമ ബംഗാളിൽ SIR മാറുന്നത്. പശ്ചിമ ബംഗാളിൽ SIR മാറാനുള്ള കാരണമുണ്ട്. കാരണം ഉള്ള ബംഗ്ലാദേശ് അവരുടെ എല്ലാ വോട്ടവകാശം പോയി. ഇവര് അവിടെ നിന്ന് കൊണ്ടുവന്ന് അനധികൃതമായി താമസിപ്പിച്ച് ഇവർക്ക് വോട്ടവകാശം ആധാർ കാർഡും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതെല്ലാം ഇല്ലാതായി. ഇപ്പം ഇതിന്റെ സർവേ അനുസരിച്ച് 138 to 159 വരെയാണ് NDAക്ക് പറയുന്നത്. അവിടെ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഇല്ല. അത് മിക്ക സർവേകളിലും അവിടെ തൃണമൂൽ കോൺഗ്രസിന് സാധ്യത കുറവായിട്ടാണ്. ഒറ്റ സർവേയിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പീപ്പിൾസ് പൾസ് എന്ന് പറയുന്ന സർവേയിൽ മാത്രം 177 to 187. ബാക്കിയുള്ളിടത്തൊക്കെ BJP ആണ്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ 10-35 ആദ്യം കോൺഗ്രസ് ആയിരുന്നു. സിദ്ധാർത്ഥ ശങ്കറായ്ക്ക് ശേഷം പിന്നീട് ഈ ജ്യോതി ബാസു ബാക്കിയുള്ളവരൊക്കെ ഭരിച്ചു. അത് 35 വർഷം അവർ ഭരിച്ചിട്ട് പിന്നെ അടുത്ത് ഈ നീതിയുടെ ഭരണമായി. ഇനി വേണമെങ്കിൽ BJP കൊണ്ട് പരീക്ഷിച്ച് നോക്കാവുന്ന ആള് പറഞ്ഞാൽ അവർ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് അതിനുള്ള കളം അവിടെയുണ്ട്. ഇത്തവണയാണ് മനസമാധാനത്തോടെ CPM-കാർക്ക് 2 കൊടി പൊക്കി പിടിക്കാൻ പറ്റിയത്. 2.5 ലക്ഷത്തോളം വരുന്ന അർദ്ധസൈനിക വിഭാഗത്തിനോട് അവിടെ നിയോഗിച്ചു. എന്നിട്ട് പോലും BJP-യുടെ സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ടടിച്ചു. TMC-ക്കാർ ഓടിച്ചിട്ടടിച്ചു, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഓടിച്ചിട്ടടിച്ചു. മാത്രമല്ല ചില UP-കാരുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെ അവിടെ നിയോഗിച്ചത്. അത് സിംഗം എന്നാണ് അറിയപ്പെടുന്നത്. സിംഗം അമൃത്പാൽ സിംഗ് എന്നോ അമൃത്പാൽ എന്തോ അതിന്റെ പേരെ വിട്ടുപോയി. മിടുക്കനാണ്, അവിടുത്തെ സിംഗമാണ് ആള്. അദ്ദേഹം അങ്ങ് ചെന്നു. അവിടെ ചെന്നിട്ട് പശ്ചിമ ബംഗാളിലെ ഒരു തൃണമൂല നേതാവ്, ഇയാൾ വിരട്ടാണ് എല്ലാവരും കൊന്നുകളയെന്ന് പറഞ്ഞ് വിരട്ടുന്നുണ്ട്. അയാളെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി, മര്യാദക്കിരുന്നില്ലെങ്കിൽ പിന്നെ കരയേണ്ടി വരും എന്ന് പറഞ്ഞു. അതോടുകൂടി അയാൾ മര്യാദക്കാരനായിരുന്നു. അതുപോലെ ആസാമിൽ ഭരണം തുടർച്ചയാണ്. ആസാം പിന്നെ നമ്മൾ എക്സിറ്റ് പോളിനകത്തൊന്നും ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ആസാമിലെ കാര്യം നമ്മൾ പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വളരെ രസകരമായ ഒരു കാര്യം, ജയിച്ചത് BJP ആണെങ്കിലും അത് ജയിച്ചത് മുൻ കോൺഗ്രസ്സുകാരാണെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവര്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞ അവിടുത്തെ നിലവിലെ മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഇന്ത്യയിലെ നേതാക്കൾ ഒരാളായിരുന്നു. അയാളെക്കുറിച്ച് പറഞ്ഞാൽ അയാൾ പാർട്ടിയുടെ ആളെ അയാൾ ഏറ്റവും പ്രകോപിപ്പിച്ച കാരണം അയാൾ രാഹുൽ ഗാന്ധി ചർച്ച നടത്താൻ ചെന്ന് ആസാമിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി അടുത്തിരുന്ന പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞൊന്നും കേട്ടില്ല. അങ്ങനെ ഇറങ്ങിപ്പോയാൽ അയാൾക്ക് ആസാമിന് വേണ്ടിയാണ് അയാൾ ചെന്നത്. രാഹുൽ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനിടയ്ക്ക് ഇടവേളയിൽ വിനോദത്തിന് ചെന്ന ആളല്ല. അപ്പൊ എന്തായാലും അവിടെ എല്ലാ സർവേകളും ഉറപ്പാണ്. പോണ്ടിച്ചേരി അവിടെ പക്ഷേ NDA സഖ്യം NRC പ്രാദേശിക പാർട്ടിയാണ്. അവരുടെ സഖ്യം തന്നെ അധികാരത്തിൽ വരും പുതുച്ചേരിയിൽ. കോൺഗ്രസിനൊക്കെ അവിടെ TVKക്കും സീറ്റ് പറയുന്നുണ്ട് കേട്ടോ. TVK അതായത് വിജയുടെ പാർട്ടി തമിഴ്നാട്ടിൽ രൂപം കൊണ്ട വിജയ, തമിഴ്നാടിനോട് ചേർന്ന് ഉള്ള സ്ഥലമല്ല. അപ്പോൾ 2 to 4 എല്ലാവരും പറയുന്നുണ്ട്. അവർ 4 സീറ്റ് വരെയൊക്കെയാണ് പറയുന്നത്. ഏറ്റവും ചുരുക്കിയ 2 സീറ്റെങ്കിലും അവിടെ കിട്ടുമെന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, NRC പ്ലസ് ആണ് അവിടെ സാധ്യത കാണുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ അനലൈസ് ചെയ്യുമ്പോൾ തമിഴ്നാട്ടില് ഭരണ തുടർച്ചയാണ് കാണുന്നത്. ബംഗാളിൽ ദീദി വീഴും. അതുപോലെ തന്നെ ആസാമിലും പുതുച്ചേരിയിലും ആസാമില് തുടർഭരണം ഉണ്ടാകും. പുതുച്ചേരിയിൽ NDA സഖ്യത്തിന് തന്നെ ആയിരിക്കും മുൻതൂക്കം എന്നുള്ളതാണ് പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിൽ കുറേ ഏജൻസികൾ കണ്ണുമടച്ച് വിടുന്നുണ്ട്. അപ്പോൾ TVKക്ക് ഒറ്റ സ്ഥലത്ത് മാത്രമാണ് തമിഴ്നാട്ടിൽ TVK വിജയ് മുഖ്യമന്ത്രിയാകുന്നവരെ ഉള്ള രസകരമായ ഒരു കാര്യം, കേരളത്തിൽ ആര് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ വിജയമാണ്. അതെ,
അങ്ങനെയുണ്ട്. അത് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് ഒരു സ്റ്റേറ്റ് കിട്ടും. കിട്ടും ആര് ഭരിച്ചാലും ഒരു സ്റ്റേറ്റ് ഒന്നോ രണ്ടോ ബിജെപിക്കാർ ജയിച്ചാൽ അത് ഒഴിച്ച് ബാക്കി 138 ഭരണം കിട്ടും. ഭരണം കിട്ടും. ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടും ഒരു സംസ്ഥാനത്ത്. അതാണ്.